വളരെയധികം സന്തോഷകരമായ ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. കാരണം കേരളീയ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ അതിദാരുണമായ ഒരു കൊലപാതകത്തിന്റെ വിധിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അത് ശരിക്കും കേരളീയ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വിധിയാണ്. അതിൽ എന്റേതായിട്ടുള്ളൊരു റോള് വഹിക്കാൻ പറ്റിയതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും. അപ്പീൽ പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ വിധിപ്പകർപ്പ് കിട്ടിയതിനു ശേഷം പരിശോധിച്ച് അത് തീരുമാനിക്കുന്നു. അതെ, അത് വിധിപ്പകർപ്പ് കയ്യിൽ കിട്ടിയില്ല. ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ പറഞ്ഞല്ലോ, വിധിപ്പകർപ്പ് കിട്ടിയതിനു ശേഷം മാത്രമേ അതിനെപ്പറ്റിയിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്താണ് കോടതിയുടെ ഒരു വ്യൂ എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ലല്ലോ. അത് പരിശോധിച്ചതിന് ശേഷം യുക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും. അത് CBI പ്രോസിക്യൂട്ടർ പറഞ്ഞ പോലെ അതിന്റെ ഒരു പർവ്യൂവിൽ പെടുന്ന ഒരു ഇതല്ല. അപൂർവങ്ങളിൽ അപൂർവം എന്നുള്ളൊരു സുപ്രീം കോടതിയുടെ വ്യക്തമായിട്ടുള്ള ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിന്റെ പരിധിയിൽ പെടുന്ന ഒരു കേസല്ല ഇത്. അതുകൊണ്ടാണ് അങ്ങനെ ഈ ജീവപര്യന്തം